ഹലോ ഹായ്. ഇന്ന് നമ്മൾ ഒരു ചെറിയ ടോപ്പിക് എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ബാങ്ക് റിക്കൺസിലേഷൻ, BRS. ഇതെല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഇതിൽ കൊടുത്തിരിക്കുന്ന 2 പ്രോബ്ലം ഉണ്ട് നമ്മുടെ മെറ്റീരിയലിൽ. സൂപ്പർ പ്രോബ്ലമാണ്. കാരണം എല്ലാത്തിൻ്റെയും ഒരു കണക്ഷൻ വേണം. ബിൽ റെസീവബിളിൻ്റെ, അതായത് BRSൻ്റെയും ഒക്കെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലത്തെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുള്ളൂ മിക്കവാറും നമുക്ക് ചോദിക്കാം. കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അതായത് എന്താ പറയുക, BRS എന്ന് പറയുമ്പോൾ BRSൽ മാത്രം വരില്ല, ബാക്കിയുള്ള ചാപ്റ്റേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇതിലുള്ള ചില ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് റിക്കൺസിലേഷനിൽ മാത്രമല്ല വന്നേക്കുന്നത്, എന്താണ് ഇതിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങനത്തെ ടൈപ്പ് ആയിരിക്കുള്ളൂ നമ്മുടെ എക്സാമിന് ഏറ്റവും ഇഷ്ടം, അവർക്ക് ഇടാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത്. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ BRS ആർക്കെങ്കിലും പാടാണെന്നുണ്ടെങ്കിൽ ചെറിയ ഇത് നമുക്ക് +2ൻ്റെ ഒക്കെ ടെക്സ്റ്റ് നമുക്ക് നെറ്റിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. അതിൽ BRSൻ്റെ സിമ്പിൾ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അത് ഫസ്റ്റ് പഠിച്ചിട്ട് മാത്രം ഇതിലോട്ട് വരിക. ഓക്കെ, ഇപ്പോൾ ഇനി ആർക്കെങ്കിലും അത് വേണം, ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പില്ലേ, ആ ഗ്രൂപ്പിൽ ധൈര്യമായിട്ട് ചോദിച്ചോ. നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്യാനായിട്ടോ നിങ്ങൾക്ക് ഞാനത് സെൻഡ് ചെയ്ത് തരാം. കുറച്ച് ക്വസ്റ്റ്യൻസ് അത് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലോട്ട് വന്നാൽ മതി. ഓക്കെ, ഇപ്പോൾ BRS എന്ന് പറഞ്ഞാൽ എന്താണ്? BRS എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അല്ലേ, ബാങ്കിൽ നമ്മൾ ബാങ്കിൽ നമുക്ക് നോക്കാനായിട്ട് പാസ്ബുക്ക് ഒക്കെ ഉണ്ടാവും, സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ബാലൻസും നമ്മൾ പ്രിപ്പയർ ചെയ്യും ഒരു ബാങ്കിൻ്റെ അക്കൗണ്ട് അല്ലെ, നമ്മൾ ചെക്ക് കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പേയ്മെൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ബാങ്ക് വഴി നമ്മൾ ഇന്ന ട്രാൻസാക്ഷൻ നടത്തി, നമുക്ക് ഇന്ന എമൗണ്ട് കിട്ടി, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ ഒരു ബാങ്ക് ബുക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ബാങ്കിൽ എന്താവും, ഒരു സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മന്ത് എൻഡോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ ഒക്കെ ആയിരിക്കുള്ളൂ അവിടെ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലിരിക്കുന്ന ബാങ്ക് ബുക്കും ആ ബാങ്കിൻ്റെ പാസ്ബുക്കും തമ്മിൽ കറക്റ്റ് ആണോ എന്ന് നോക്കും. അപ്പോൾ അതിൽ എന്ത് ചെയ്യാൻ പറ്റും, വലിയ ഡിഫറൻസ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഡിഫറൻസ് ഉണ്ട്. എന്ത് വരും, വല്ല ഇൻട്രസ്റ്റ് വരും, വല്ല ചാർജസ് വരും അല്ലേ. അതൊക്കെ നമുക്ക് അറിയണത് എങ്ങനെയാണ്, നമുക്ക് തീർച്ചയായിട്ടും ആ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് അതൊക്കെ അറിയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഈ പറയുന്ന കേസുകൾ നമ്മളിപ്പോൾ നെറ്റ് ബാങ്കിങ് ഉള്ള സമയത്തുള്ളതല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കല്ലേ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് അങ്ങോട്ട് നെറ്റ് ബാങ്കിങ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ പോലെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല. ഈ നെറ്റ് ബാങ്കിങ് ഉള്ള സമയത്തുള്ള കാര്യങ്ങളല്ല ഇത് പറയണത്. നമ്മൾ കുറച്ചും കൂടി മുന്നേ ഉള്ള സമയത്ത് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പോയി ബാങ്കിൽ പോയി ക്യൂ നിന്ന് പ്രിൻ്റ് എടുത്തിട്ട് ഇവിടെ വന്ന് മാച്ച് ചെയ്ത് നോക്കുക. അതായത് സിസ്റ്റത്തിലല്ല നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, മാനുവലായിട്ട് നമ്മളൊരു ബാങ്ക് ബുക്ക് എഴുതി പ്രിപ്പയർ ചെയ്തിട്ട് ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിന്ന് അവർ പ്രിൻ്റ് എടുത്ത് തന്നതും കൂടി കൂട്ടി നമ്മൾ എന്ത് ചെയ്യും, മാച്ച് ചെയ്ത് നോക്കൂലേ, ആ ടൈമിലുള്ളതാണ് കാര്യമാണ് പറയണത്. ഇപ്പോൾ അതിലേറെ നമുക്കെന്താ ഇങ്ങനെ ഒന്ന് ഒടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കിട്ടുന്ന ടൈമായി, അതല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ആ ഒരു ടൈമിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ മൈൻഡിലോട്ട് ആദ്യം വരേണ്ടത് അല്ലേ. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ സിറ്റുവേഷനിൽ, ഈ സാഹചര്യത്തിൽ ഒന്ന് കണ്ണ് ഞൊടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ കൺമുന്നിൽ വരുന്ന ആ ഒരു ടൈമിൽ എല്ലാ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് നോക്കി കാണരുത്. അപ്പോൾ നിങ്ങൾക്കത് പല ക്വസ്റ്റ്യൻസും വരും എക്സ്ട്രാവായിട്ട്. അപ്പോൾ അതേപോലെ നോക്കരുത്. നമ്മൾ ആ കുറച്ചും കൂടി പിന്നെയുള്ള അതായത് മുന്നോട്ട് എന്താ പറയണ പിന്നോട്ടുള്ള കാലഘട്ടമില്ലേ, പിന്നോട്ടുള്ള കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾ നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റൊക്കെ കിട്ടിയിരുന്നേ എന്നുള്ള ആ ഒരു തരത്തിൽ നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ബാങ്ക് റിക്കൺസിലേഷൻ വേണ്ടി വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ. എന്തുകൊണ്ടാണ്, നമുക്ക് ബാങ്കും നമ്മുടെ കയ്യിലിരിക്കുന്ന ബാങ്ക് ബുക്കും തമ്മിൽ മാച്ച് ആക്കണം അല്ലേ. മാച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് വേണ്ടത്, ബാങ്ക് റിക്കൺസിലേഷൻ വേണ്ടത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ടാലിയൊക്കെ യൂസ് ചെയ്യണവർക്കാണെങ്കിൽ ഒരു ഡേറ്റ് ചുമ്മാ ടപ്പേ എന്ന് പറഞ്ഞ് എൻട്രി ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഓക്കെ, അതായിട്ട് തന്നെ വന്നോളൂ. പക്ഷെ നമ്മൾ നോക്കുന്നത് കുറേയും കൂടി പിന്നിലോട്ടുള്ള അവസ്ഥയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വന്നാൽ പ്ലസ് ചെയ്യുക, കുറച്ച് വന്നാൽ മൈനസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തെ ഓർത്ത് അതങ്ങാണ്ട് കളയുക. ഞാൻ ഇതിൻ്റെ സ്റ്റഡി പ്ലാൻ ഇടുന്ന ടൈമിൽ ഞാനത് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്ലസ് ചെയ്യണം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മൈനസ് ചെയ്യണം എന്ന് പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ഇപ്പോഴേ ഡിലീറ്റ് ചെയ്ത് കളയുക, മൈൻഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കൂല, ഓരോന്നും കൈ വെച്ചിട്ട് അതേപോലെ ആക്ഷനായിട്ട് നിങ്ങൾ പഠിക്കുക.
കാരണം ഇത് വെറുതെ കാണാതെ പഠിച്ച് കുറച്ച് നാൾ കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് കാണാതെ പഠിച്ചോന്ന് ഓർമ്മയുണ്ടാവില്ല അല്ലേ. അപ്പം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച ആ ടൈമിൽ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നീട് ചോദിക്കുമ്പോൾ സാർ ഇങ്ങനെ എന്തോ ഒരു ക്യൂ ഉണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെ പ്ലസ് ചെയ്യേണ്ട കുറച്ച് ഐറ്റം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, മൈനസ് ചെയ്യേണ്ട കുറച്ച് ഐറ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല എന്ന് പറയേണ്ട ഒരവസ്ഥ വരും അല്ലേ. അപ്പോൾ ആ ഒരവസ്ഥ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ ആകെ 2 പ്രോബ്ലമേ ഉള്ളൂ. ആ 2 പ്രോബ്ലവും നമുക്ക് എന്താണ്, നല്ല സ്റ്റാൻഡേർഡുള്ള പ്രോബ്ലമാണ്. സോ അതിനാൽ ഇതിൽ ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല. ഇത് ബൈ ഹാർട്ട് പഠിച്ചിട്ടുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട, മടി കൂടാതെ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരാവുന്നതാണ്. ടെലിഗ്രാം ചാനലിലൂടെ റിക്വസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ഇട്ട് ചോദിക്കാം. ഓക്കെ, അതിലൊരു മടിയും വിചാരിക്കണം. നമുക്ക് ബേസിക് ലെവലിലിരുന്ന് വരാം. അതുമല്ല നിങ്ങൾക്ക് എന്താണെങ്കിൽ +2 നിങ്ങൾക്ക് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ, ടെക്സ്റ്റ് ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയാലും മതി. ഓക്കെ, ഒരു ഐഡിയ കിട്ടും. ഒരിക്കലും കാണാതെ പഠിക്കരുത്. ഓക്കെ, ഓരോന്ന് വന്നു കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ കാണാതെ പഠിക്കാൻ പാടില്ല. ഓക്കെ, ഇനി BRS നമുക്ക് പഠിക്കാനുള്ളത് 2 തരത്തിലാണ് പഠിക്കാനുള്ളത്. എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടും ഉണ്ട്. അതേപോലെ തന്നെ അമെൻഡഡ് ക്യാഷ് ബുക്ക് മെത്തേഡ് അനുസരിച്ചും പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില ട്രാൻസാക്ഷൻസ് ബാങ്കിൽ വന്നിട്ടുണ്ടാവും, ചില ട്രാൻസാക്ഷൻസ് ക്യാഷിൽ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബാങ്കിൽ വരാത്ത ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യും, ബാങ്കിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അതുമായിട്ട് മാച്ച് ചെയ്യണം അല്ലേ. നമ്മുടെ ക്യാഷ് ബുക്ക് ഒന്നില്ലെങ്കിൽ ബാങ്കായിട്ട് മാച്ച് ചെയ്യണം, അല്ലെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യണം, നമ്മുടെ ക്യാഷ് ബുക്കായിട്ട് മാച്ച് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 2 കൈയിലേ നമുക്ക്, ഒരു കൈ നമുക്ക് ക്യാഷ് ബുക്കായിട്ടും ഒരു കൈ നമുക്ക് ബാങ്ക് ബുക്കായിട്ടും പിടിക്കണം. ഓക്കെ, ഒരു കൈ നമുക്ക് ക്യാഷ് ബുക്കായിട്ടും ഒരു കൈ നമുക്ക് ബാങ്ക് ബുക്കായിട്ടും മാറ്റണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഒരെണ്ണത്തിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഒന്നില്ലെങ്കിൽ ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ബാങ്ക് ബുക്കിൻ്റെ ബാലൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഏത് ബാലൻസിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് ഉണ്ടെങ്കിൽ അത് മനസ്സിൽ ഉറപ്പിക്കുക, ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങാടെ എത്തേണ്ടത് പാസ്ബുക്കിൻ്റെ ബാലൻസിലോട്ടാണ്. ഓക്കെ, ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്തേണ്ടത് ഇതിലോട്ടാണ്, പാസ്ബുക്കിൻ്റെ ബാലൻസിലോട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ബുക്കിൻ്റെ ഇതാണ് നമ്മൾ. ഓക്കെ, ക്യാഷ് ബുക്കിൻ്റെ ബാലൻസിൽ നിന്ന് നമുക്ക് പാസ്ബുക്കിൻ്റെ ഇതിലോട്ട് എത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കൈ ക്യാഷ് ബുക്ക് ഒരു കൈ പാസ്ബുക്കാണ്. ഓക്കെ, അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് അറ്റ് ദി ബാങ്ക് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ഇഷ്യൂ ചെയ്തു പക്ഷേ എന്ത് ചെയ്തു, ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ചെക്ക് ഇഷ്യൂ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ഇഷ്യൂ ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബാങ്ക് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ചെക്ക് ഇഷ്യൂഡ് ഇന്ന ആൾക്കെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് വെക്കും അല്ലേ. അതായത് നമ്മുടെ ബാങ്കിൻ്റെ ബാലൻസ് കുറഞ്ഞിട്ടുണ്ടാവും. ചെക്ക് ഇഷ്യൂ ചെയ്യാൻ നേരത്ത് നമ്മുടെ ബാങ്കിൻ്റെ ബാലൻസ് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ബാങ്കിൻ്റെ ബാലൻസ് കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് അതായത് നമ്മുടെ ബാങ്കിന്റെ ബാലൻസ് മീൻസ് നമ്മുടെ ക്യാഷ് ബുക്കിലുള്ള ബാങ്കിന്റെ ബാലൻസ് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആക്ച്വൽ ബാങ്കിൽ അത് വന്നിട്ടുണ്ടാവോ, ഇല്ല. അതിനൊരു ഡേറ്റ് ഉണ്ടാവും അല്ലേ, അതിനൊരു ഡേറ്റിലേ അത് വരുള്ളൂ. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടോ 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കുള്ളൂ വരുന്നത്. അപ്പോൾ അതുവരേക്കും നമുക്ക് ആ ഡേറ്റ് മാച്ച് ചെയ്യാൻ നേരത്തെ അത് കറക്റ്റായിട്ട് മാറുമോ, ഇല്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഒന്നില്ലെങ്കിൽ ക്യാഷ് ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ബാങ്ക് ബുക്കിൽ എത്തിക്കണം, ബാങ്ക് ബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിൽ എത്തിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിച്ചോ. ഇപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തു. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് എൻ്റർ ചെയ്യും. ഓക്കെ, നമ്മുടെ ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യും, ബാലൻസ് എന്ത് ചെയ്യും, കുറയ്ക്കും. ബാലൻസ് നമ്മുടെ കയ്യിൽ കുറഞ്ഞാണ് ഇരിക്കുന്നത്, പക്ഷേ ബാങ്കിൽ അത് റിഫ്ലക്റ്റ് ആയിട്ടില്ല അല്ലേ. റിഫ്ലക്റ്റ് ആവാൻ ഇനിയും ടൈം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബാങ്ക് ബുക്കിന്റെ ബാലൻസ് ആയിട്ട് എത്തിക്കണം. ഇപ്പോൾ നമ്മൾ 31 മാർച്ച് ഡേറ്റ് ആണ് ഇരിക്കുന്നത് എന്ന് വിചാരിച്ചു. നമ്മൾ 29th ആണ് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്ത്. ചെക്ക് ഇഷ്യൂ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്യാഷ് ബുക്ക് നമ്മുടെ ബാങ്ക് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞ് 29th തന്നെ എഴുതും. പക്ഷെ 30th അത് 29th അത് ബാങ്കിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവില്ല. അത് ചിലപ്പോൾ ഒരു 1ാം തീയതി 2ാം തീയതി 3ാം 4ാം തീയതി ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ബാങ്കിൽ വരുന്നത്. പക്ഷെ നമ്മൾ 31 മാർച്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ നേരത്തേക്ക് നമുക്ക് ആ 2 ബാലൻസും ഈക്വൽ ആക്കണം. ബാങ്കിന്റെ ബാലൻസും ക്യാഷിന്റെ ബാലൻസും ഈക്വൽ ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ബുക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോണേ. ക്യാഷ് ബുക്കിൽ ഇപ്പോൾ ബാലൻസ് ചെക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞ കാരണം ബാലൻസ് കുറഞ്ഞിരിക്കുകയാണ്, ബാങ്ക് ബുക്കിൽ എന്താണ് കൂടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൈ ക്യാഷ് ബുക്ക് ആയിട്ടിരിക്കുന്ന കൈ എന്ത് ചെയ്യണം, കുറച്ച് വെക്കണം. ഒരു കൈ ബാങ്ക് ബുക്ക് ആയിട്ടിരിക്കുന്ന ബാങ്ക് ആയിട്ടിരിക്കുന്ന കൈ എന്ത് ചെയ്യണം, ഒന്ന് കുറച്ച് മേലെ ഉയർത്തിപ്പിടിക്കണം. അപ്പോൾ ക്യാഷ് കുറഞ്ഞിരിക്കുകയാണ്, ബാങ്ക് കൂടിയിരിക്കുകയാണ്. നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ബാങ്ക് ബുക്ക് ബാലൻസിലോട്ട് എത്തണം. അതിനെന്ത് ചെയ്യണം, കുറച്ച്
കുറച്ച് കൈ പൊക്കണം. അതായത് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ക്യാഷ് ബുക്ക് ബാലൻസിൽ നിന്ന് അതിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ. ഇനി ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക് ബട്ട് നോട്ട് എറ്റ് കളക്റ്റഡ്, അല്ലെ, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു പക്ഷെ നമുക്ക് ഇതുവരെയായിട്ട് അത് ക്രെഡിറ്റ് ആയിട്ടില്ല എന്നാ പറയണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്യാഷ് ബുക്കിൽ, നമ്മുടെ ബാങ്ക് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഉടനെ തന്നെ എന്ത് ചെയ്യും, ചെക്ക് ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞ് എൻട്രി ഇടും, അല്ലെ, ചെക്ക് ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞ് എൻട്രി ഇടും. അപ്പൊ നമ്മുടെ ബാലൻസ് എന്ത് ചെയ്യും, കൂടിയിരിക്കും, നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടിയിരിക്കും. പക്ഷെ നമുക്ക് ഒരിക്കലും ആക്ച്വൽ ബാങ്കിൽ എന്ത് ചെയ്യണം, വന്നിട്ടുണ്ടാവില്ല, ആക്ച്വൽ ബാങ്കിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ക്യാഷ് ബുക്ക് അനുസരിച്ച് ബാങ്ക് ബുക്കിലേക്കാണ് പോകാൻ പോണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബുക്കിൽ നമ്മുടെ ബാലൻസ് ഇപ്പൊ എന്താ സംഭവിച്ചത്, കൂടിയിരിക്കുകയാണ്. അപ്പൊ ഒരു കൈ ഉയർത്തിപ്പിടിക്കാം. ബാങ്ക് ബുക്കിന്റെ ബാലൻസിൽ എന്താണ്, അത് വന്നിട്ടില്ല, അല്ലെ, അതപ്പോ കുറഞ്ഞിരിക്കുകയാണ്. ഒരു കൈ, അടുത്ത കൈ എന്ത് ചെയ്യുക, താഴ്ത്തി പിടിക്കുക. അപ്പൊ ക്യാഷ് ബുക്കിന്റെ ബാലൻസിൽ നിന്ന് ബാങ്ക് ബുക്കിന്റെ ബാലൻസിലോട്ടാണ് എത്രയെന്ന് എന്ത് ചെയ്യും, ക്യാഷ് ബുക്കിന്റെ കൈ എന്താണ്, പൊങ്ങിയിരിക്കുകയാണ്. ബാങ്ക് ബുക്കിന്റെ കൈ എന്താണ്, താന്നിരിക്കുകയാണ്. അതിൽ നിന്ന് നേരെ താഴത്തോട്ടാണ് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം, അത് കുറയ്ക്കണം, അല്ലെ, താഴത്തോട്ട് വരണം. ബാങ്ക് താഴ്ത്താണ്, അപ്പൊ ബാങ്കിന്റെ താഴത്തോട്ട് വരണം. അപ്പൊ എന്ത് ചെയ്യണം, അത് കുറയ്ക്കണം എന്ന് മനസ്സിലായി. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ ഈ ട്രാൻസാക്ഷൻ തന്നെ നമ്മൾ ബാങ്ക് ബുക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ബാങ്ക് ബുക്ക് ബാലൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിച്ചോ. ബാങ്ക് ബുക്ക് ബാലൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, നമുക്ക് ക്യാഷ് ബുക്ക് ബാലൻസിലേക്കാണ് എത്തേണ്ടതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ആ ക്യാഷ് ബുക്കിന്റെ കൈയാണ് നമ്മൾ ഉയർന്നിരിക്കുന്നത്, ബാങ്ക് ബുക്കിന്റെ കൈയാണ് നമ്മുടെ താഴ്ന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ബാങ്ക് ബുക്കിന്റെ ബാലൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ബുക്കിന്റെ ബാലൻസിലോട്ട് എത്തണം. അപ്പൊ എന്ത് ചെയ്യണം, അത് കൈ ഒന്ന് പൊക്കണം, പൊക്കിയാലല്ലേ ക്യാഷ് ബുക്കിന്റെ കയ്യിലോട്ട് എത്തുള്ളൂ. അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത്, അവിടെ ആഡ് ചെയ്യണം എന്ന് മനസ്സിലായി, അല്ലേ, അവിടെ ആഡ് ചെയ്യണം. ഓക്കെ. അങ്ങനെ ഈ കുഞ്ഞു പിള്ളേര് പഠിക്കൂലേ, ആ ഒരു കൈ അതേപോലെ ഒരു കളിച്ച് നിങ്ങൾ ഇത് പഠിക്കുക. ഒരു കൈ ക്യാഷ് ആയിട്ടും ഒരു കൈ ബാങ്ക് ആയിട്ടും എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു കൈയും പൊക്കിയും താത്തി അങ്ങനെ നോക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ. ഇപ്പൊ ഞാനത് രണ്ടെണ്ണം പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങളൊന്ന് ചെറിയ ടെക്സ്റ്റ് ആർക്കെങ്കിലും ഇനി ഇത് കാണാതെ പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതേപോലെ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്നും അത് ഓർമ്മയിലുണ്ടാവും. ഓക്കെ. കുറച്ച് കഴിയുമ്പോൾ ഈ കൈ പൊക്കിയെന്ന് അതൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് വരും. ഓക്കെ. ഫസ്റ്റ് നിങ്ങൾക്ക് അത് മാത്രം ചെയ്യുക, അല്ലാണ്ട് കാണാതെ പഠിച്ച എല്ലാവരും അതങ്ങോട്ട് മറന്നേക്കുക, ചെയ്യുക. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കൂടി ഇതിലോട്ട് വരിക. ഓക്കെ. ഇത് നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് രണ്ടെണ്ണവും തന്നിരിക്കുന്നത്. ഓക്കെ. ഇനി അപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ആണ് പഠിച്ചത്. ഇനി അടുത്ത ഒരു വിധത്തിൽ കൂടി കാണാനുണ്ട്. എന്താണ്, അമെൻഡഡ് ക്യാഷ് ബുക്ക് മെത്തേഡ്. അമെൻഡഡ് ക്യാഷ് ബുക്ക് മെത്തേഡ് അനുസരിച്ചാണ് നമുക്ക് ഇല്ലുസ്ട്രേഷൻ 5 ചെയ്യാനുള്ളത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമെൻഡഡ് ക്യാഷ് ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ബാങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ, ഇപ്പം ഇൻട്രസ്റ്റ് വന്നു, ബാങ്ക് ചാർജസ് വന്നു, ബാങ്കിൽ കൊണ്ടുവന്ന് ഡയറക്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു എന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ വന്നിട്ടുണ്ടാവും, അല്ലെ. ബാങ്കിൽ പോയി നമുക്ക് ഒരു ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. നമുക്ക് വരുത്താൻ പറ്റിയത് എവിടെയാണ്, ക്യാഷിലാണ് ചേഞ്ചസ് വരുത്താൻ പറ്റിയത്. അപ്പൊ അങ്ങനെയുള്ള ഈ ഇൻട്രസ്റ്റ്, ബാങ്ക് ചാർജസ്, ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്, അങ്ങനെയുള്ള നമുക്ക് ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യാൻ പറ്റിയതില്ലേ, ആ എൻട്രി ചെയ്യാൻ പറ്റിയതൊക്കെ ട്രാൻസാക്ഷനൊക്കെ നമ്മൾ ക്യാഷ് ബുക്കിലേക്ക് എൻട്രി ചെയ്യാം. ഓക്കെ. അങ്ങനെ എൻട്രി ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിലേക്ക് ഡയറക്റ്റ് ആണ്. അതിനാണ് അമെൻഡഡ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്യാഷിന്റെ ബാലൻസ് തന്നിട്ടുണ്ടാവും, അതിലേക്ക് നമുക്ക് ഈ ഇൻട്രസ്റ്റ്, ബാങ്ക് ചാർജസ്, ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്, അങ്ങനെയുള്ള എന്തെങ്കിലും എററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ബുക്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ ക്യാഷ് ബുക്ക് കറക്റ്റ് ചെയ്യുക. ക്യാഷ് ബുക്ക് കറക്റ്റ് ചെയ്യാൻ നേരത്തെ അതിന് അത് ബാലൻസ് ചെയ്യാൻ നേരത്തെ അതിന് വേറൊരു ബാലൻസ് വരും. ഓക്കെ. ഫസ്റ്റ് അവർ തന്നിരിക്കുന്ന ബാലൻസ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അമെൻഡഡ് ക്യാഷ് ബുക്ക്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ ഡെബിറ്റും ക്രെഡിറ്റ് ഒക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് വേറൊരു ബാലൻസ് വരും. ആ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, അത് വെച്ച് പിന്നെ ഇനി ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം. ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ നേരത്തേക്ക് നമുക്ക് ഇങ്ങനെയുള്ള ക്യാഷ് ബുക്കിലല്ലാത്ത സംഭവങ്ങൾ, ക്യാഷ് ബുക്കിൽ തിരുത്ത് വേണ്ട അല്ലെങ്കിൽ ക്യാഷ് ബുക്കിൽ ആഡ് ചെയ്യേണ്ടാത്ത സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ BRSലോട്ട് സ്റ്റേറ്റ്മെന്റിലോട്ട് എടുത്തിട്ട് വരണം. ഓക്കെ. അത് നമുക്ക് ഇല്ലുസ്ട്രേഷൻ 5 നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ രണ്ട് തരത്തിലാണ് നമുക്ക് ഇവിടെ BRS പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് മെത്തേഡ് തന്നെ നോക്കാം. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. On comparing the cash book of S with the bank passbook for the year ended 31st March 2022 following എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കാം. ഇപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ക്യാഷ് ബുക്ക് ആണ് ഇതാണ് കൊടുത്തിരിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് ബാലൻസ് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യണേന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടില്ല, അതവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഇനി ഓരോ ട്രാൻസാക്ഷൻ ആയിട്ട് നോക്കാം. ഔട്ട് ഓഫ് 82,000 പെയ്ഡ് ഇൻ ബൈ ചെക്ക് ഇൻ ടു ദ ബാങ്ക് ഓൺ 25th March, ചെക്ക് എമൗണ്ട് 30,000 were collected on 5th April, അല്ലെ. അതായത് 82,000 പെയ്ഡ് ഇൻ ബൈ ചെക്ക് ഇൻ ടു ബാങ്ക്. ഓക്കെ. 82,000ന്റെ എന്താണ് 82,000 നമ്മൾ എന്ത് ചെയ്തു, ബാങ്കിലോട്ട് കൊടുത്തു, അല്ലെ, പേ ചെയ്തു, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അതെന്നാ ഡെപ്പോസിറ്റ് ചെയ്ത് 25th March ഡെപ്പോസിറ്റ് ചെയ്തത്. പക്ഷെ അതില് 30,000
ആ 82,000 30,000 ക്രെഡിറ്റ് ആയിരിക്കുന്നത് എന്നാണ് 5th ഏപ്രിലാണ്. അതായത് ആ ഇയറിലല്ല അടുത്ത ഇയറിലാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്, അത് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് 31st മാർച്ചിലല്ലേ നമ്മുടെ ഇയറിന്റെ, അപ്പൊ അതിനുള്ളിൽ നമുക്ക് ഇത് PRS ചെയ്യണ്ടേ. അപ്പൊ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നമുക്ക് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് എമൗണ്ട്, ക്യാഷ് ബാലൻസ്, ബാങ്ക് ബാലൻസ് കൂട്ടി കാണിച്ചിട്ടുണ്ടാവും അല്ലെ. എത്രയാണ് ബാലൻസ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് 82,000 കൂടി എക്സ്ട്രാ കാണിച്ചിട്ടുണ്ടാവും, നമുക്ക് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ബാങ്കിൽ എന്താ സംഭവിച്ചത്, ബാങ്കിൽ വരാൻ നേരത്തെ അതിൽ 30,000 ഒഴിച്ച് ബാക്കിയുള്ളതാണ് വന്നിട്ടുള്ളൂ. 30,000 വന്നതെന്നാണ് 5th ഏപ്രിലാണ്, അടുത്ത വർഷമാണ്. അപ്പൊ നമുക്ക് ഇതെന്ത് 31st നോക്കാൻ നേരത്ത് നമ്മുടെ ക്യാഷും നമ്മുടെ ബാങ്ക് ബുക്കും ഒറിജിനൽ ബാങ്കിന്റെ പാസ്ബുക്കും തമ്മിൽ മാച്ച് ആവില്ല അല്ലെ. അപ്പൊ നമ്മൾ റിക്കൺസിൽ ചെയ്യാനിരിക്കാൻ നേരത്ത് നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ കണ്ടു. ഈ ഒരു ട്രാൻസാക്ഷൻ കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്യാഷ് ബുക്കാണ് വെച്ച് തുടങ്ങണേന്നുണ്ടെങ്കിൽ ക്യാഷ് ബുക്ക് എന്ത് ചെയ്യും, ഒരു കൈ എന്ത് ചെയ്യും, കുറച്ച് മേലേറ്റി പിടിക്കുക, കൂടിയിട്ടുണ്ടാവും. ബാങ്കിന്റെ എന്താണ്, കുറഞ്ഞായിരിക്കും ഇരിക്കണം. ഒരു കൈ എന്ത് ചെയ്യും, താഴ്ത്തി പിടിക്കുക. ഒരു കൈ മേലെ പിടിക്കുക, അത് ക്യാഷ് ബുക്കിന്റെ കൈ. ഇനി ഒരു കൈ താഴെ പിടിക്കുക, അത് ബാങ്ക് ബുക്കിന്റെ കൈ. ഓക്കെ, ക്യാഷ് ബുക്ക് വെച്ചാണ് തുടങ്ങണേന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ക്യാഷ് ബുക്ക് വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് ബുക്കിലേക്ക് എത്തണം. ബാങ്ക് ബുക്കിലേക്ക് എത്തണമെങ്കിൽ ബാങ്കിന്റെ കൈ എന്താണ്, താഴ്ന്നിരിക്കുകയാണ് ചെയ്യണത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, അത് നേരെ ലെസ് ചെയ്യണം അല്ലെ. ഇനി ബാങ്ക് ബുക്ക് വെച്ചാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ക്യാഷ് ബുക്കിന്റെ കൈ എന്താണ്, പൊങ്ങിയിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് എടുത്തിട്ട് വരണം. ഓക്കെ, അപ്പൊ ഇത് എത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്, ക്യാഷ് ബുക്ക് വെച്ചിട്ടാണോ ബാങ്ക് ബുക്ക് വെച്ചിട്ടാണോ നോക്കിയിട്ട് എത്ര എമൗണ്ടാണ് ചെയ്യേണ്ടത്, 30,000 എമൗണ്ട് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, 30,000 ആണ് പ്ലസോ മൈനസോ ചെയ്യേണ്ടത്. എന്ത് വെച്ചാണ് ഇപ്പൊ നമുക്ക് നോക്കാം. അതെ, ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എന്ത് ബാലൻസാ കൊടുത്തിരിക്കണേ, ക്യാഷ് ബുക്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് 1,58,280. ക്യാഷ് ബുക്കിൽ ബാലൻസ് വന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് 1,58,280 എന്ന് പറഞ്ഞ് ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ എന്ത് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നമ്മൾ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തേക്കും, അപ്പൊ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് ബുക്കിൽ അത്രയും കൂടിയിരിക്കുവാണ് അല്ലെ. നമുക്ക് ഇപ്പൊ ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്തിലോട്ട് എത്തേണ്ടത്, ബാങ്ക് ബുക്കിലോട്ടാണ് എത്തേണ്ടത്. അങ്ങനെ ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് ബാങ്ക് ബുക്കിലേക്ക് എത്താൻ നേരത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ക്യാഷ് ബുക്ക് ബാലൻസ് വെച്ച് നമ്മൾ ബാങ്ക് ബുക്കിലേക്ക് എത്താൻ നേരത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അതിനെ കുറയ്ക്കണം. എന്താണ്, ക്യാഷിന്റെ കൈ നമ്മൾ കൂട്ടിയാ വെച്ചിരിക്കണേ, പൊക്കിയാ വെച്ചിരിക്കണേ അല്ലെ. അതിൽ നിന്ന് ബാങ്കിലോട്ട് എത്താൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് കുറയ്ക്കണം. എത്ര കുറയ്ക്കണം, 30,000 കുറയ്ക്കണം. ഓക്കെ, ഇനി അടുത്തത്, ഔട്ട് ഓഫ് ചെക്ക് ഡ്രോൺ എമൗണ്ടഡ് ടു 31,200 ഓൺ 20th March. എ ചെക്ക് ഫോർ 10,000 വാസ് പ്രസന്റഡ് ഓൺ 3rd April. ഓക്കെ, ഒരു ചെക്ക് ഡ്രോ ചെയ്തു, എത്രയാണ്, 31,200 ഓൺ 20th March. അതിൽ 10,000 വാസ് പ്രസന്റഡ് ഓൺ 10th April. ഓക്കെ, ചെക്ക് ഡ്രോ ചെയ്തതിൽ 31,200 നമുക്ക് ചെക്ക് ഡ്രോ ചെയ്തതിൽ അതിൽ 10,000 പ്രസന്റ് ചെയ്തത് 3rd April. ഈ വർഷമല്ല, അടുത്ത ഏപ്രിലാണ്. ഓക്കെ, അപ്പൊ ബാലൻസ് ഉള്ളത് മാത്രമേ ഈ വർഷം വന്നിട്ടുള്ളൂ. അപ്പൊ ആ 10,000 എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യണം, ആ 10,000 എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷിന്റെ ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതനുസരിച്ച് എന്ത് ചെയ്യും, ക്യാഷിന്റെ ബാലൻസ് ആ 31,000 നമ്മൾ എന്ത് ചെയ്യും, കുറഞ്ഞായിരിക്കണം. 31,200 കുറഞ്ഞായിരിക്കണം. ബാങ്കിൽ പക്ഷെ എത്രയും വന്നിട്ടുള്ളൂ, 21,200 വന്നിട്ടുള്ളൂ. അപ്പൊ ബാങ്കിൽ എത്രയും കൂടിയാണ് ഇരിക്കണത് അല്ലെ, ബാലൻസ് ഇത്രയും കൂടിയായിരിക്കണത്. അപ്പൊ നമ്മൾ ക്യാഷിൽ നിന്ന് ബാങ്കിലോട്ട് എത്തുമ്പോൾ എന്ത് ചെയ്യണം, ആ 10,000 എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ചെക്ക് ഫോർ 4,000 entered in cash book but omitted to be bank ആണ്. നമുക്ക് ഓരോന്നും നമുക്ക് ഇതിലേക്ക് ആൻസറുമായിട്ട് ചെക്ക് ചെയ്ത് പോകാം, അതായിരിക്കും നമുക്ക് എളുപ്പമായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് പറഞ്ഞതാണ് 30,000. 30,000 നമ്മൾ എന്താ പറഞ്ഞത്, ലെസ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. 30,000 നമ്മൾ ലെസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 30,000 എന്താ ഇരിക്കണേ കണ്ട, ചെക്ക് ഡെപ്പോസിറ്റ് 25th March ബട്ട് നോട്ട് അറ്റ് കളക്റ്റഡ് ടിൽ 31st March എന്ന് പറഞ്ഞിട്ട് 10,000 ലെസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ നമ്മൾ എന്ത് പറഞ്ഞു, ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതെന്താ കൊടുത്തിരിക്കുന്നത്, ചെക്ക് ഇഷ്യൂഡ് ഓൺ 20th March ബട്ട് നോട്ട് അറ്റ് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് 10,000. ഓക്കെ, അത് ആഡ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഏതാ നോക്കാം, a check for 4,000 entered in cash book but omitted to be banked on 31st March. A check 4,000 entered in cash book. Cash bookil 4,000 enter ചെയ്തിട്ടുണ്ട്. A check 4,000 entered in cash book. Cash bookil enter ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ബാങ്കിലേക്ക് അത് ചെയ്തിട്ടില്ല, ബാങ്കിൽ ഒമിറ്റ് ചെയ്തു, ബാങ്കിൽ അത് കൊണ്ടുപോയിട്ടില്ല അല്ലെ. ചെക്ക് ഫോർ
4,000 എൻ്റെ ക്യാഷ് ബുക്ക്, അതായത് ക്യാഷ് ബുക്കിൽ നമ്മൾ ഒരു ചെക്ക് കൊടുത്തതായിട്ട് കാണിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളത് ബാങ്കിൽ അത് പ്രസന്റ് ചെയ്തിട്ടില്ല എന്നുള്ള മീനിങ്. ഓക്കെ, ബാങ്കിൽ അത് പ്രസന്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചെക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ നേരത്ത് നമ്മൾ ചെക്ക് എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത്? ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ നേരത്തെ അത് എന്ത് ചെയ്യും? അത് കുറഞ്ഞായിരിക്കും ഇരിക്കണത് അല്ലെ. അപ്പൊ ക്യാഷ് ബുക്ക് ബാലൻസിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടാവും? അത് കുറഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ലെസ് ചെയ്ത് കളയണം. ആ 4,000 എന്നുള്ളത് എന്ത് ചെയ്യണം? ലെസ് ചെയ്ത് കളയണം. ഓക്കെ, ഇതിൽ എങ്ങനെ എഴുതിയിരിക്കണേന്ന് കൂടി നോക്കിയിട്ട് അടുത്തേക്ക് പോകാം. എന്താണ്? ഈ ചെക്ക് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക് ബട്ട് നോട്ട് അറ്റ് ബാങ്ക്ഡ്. എത്രയാണ്? 4,000. ചെക്ക് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ ബട്ട് നോട്ട് അറ്റ് ബാങ്കിൽ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യണം. ഇനി അടുത്തത് എന്താണ്? A check for 2,400 deposited into bank. A check for 2,400 deposited into bank but omitted to be recorded in cash book and was collected by the bank on 29th March. Check for 2,400 deposited into bank. Check for 2,400 deposited into bank. എത്രയാണ്? ഡെപ്പോസിറ്റ് ചെയ്തു. 2,400 എന്ത് ചെയ്തു? ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, 2,400 ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തില്ല. ബാങ്കിൽ എന്നാൽ കളക്ഷൻ വരികയും ചെയ്തു. 29th മാർച്ചിൽ തന്നെ ബാങ്കിൽ കളക്ട് ആവുകയും ചെയ്തു. അപ്പോൾ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, അത് കളക്റ്റുമായി. അപ്പോൾ അങ്ങനെ ക്രെഡിറ്റ് ആയി എന്നർത്ഥം. അത് ക്രെഡിറ്റ് ആയി. അപ്പോൾ അതിന്റെ അർത്ഥം അതെന്താണ്? ബാങ്ക് ബാലൻസ് കൂടിയിട്ടുണ്ട്. ഓക്കെ, ബാങ്ക് ബാലൻസ് കൂടിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് ബാലൻസിൽ നമ്മൾ എൻട്രി ചെയ്തിട്ടില്ല. അതുകൊണ്ട് ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്തു? അതിൽ കുറഞ്ഞ കിടക്കണേ. അപ്പോൾ ബാങ്കിൽ നിന്ന് ക്യാഷിലോട്ട് ബാങ്ക് ബാലൻസ് കൂടി കിടക്കുന്നു, ക്യാഷ് ബാലൻസ് എന്ത് ചെയ്തു? കുറഞ്ഞു കിടക്കുന്നു. അപ്പോൾ നമുക്ക് ക്യാഷിൽ നിന്ന് ബാങ്കിലോട്ടാണ് എത്തേണ്ടത്. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം? അത് ആഡ് ചെയ്യണം. ക്യാഷ് കുറഞ്ഞ കിടക്കണേ, ബാങ്ക് കൂടിയല്ലേ കിടക്കണേ. അപ്പൊ ക്യാഷ് ചെയ്ത് ബാങ്കിലോട്ട് എത്താനായിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കൈവച്ച് നോക്കുക. ഓക്കെ, 2,400 ആഡ് ചെയ്യണം. എ ബിൽ റിസീവബിൾ ഫോർ 2,080 പ്രീവിയസ്ലി ഡിസ്കൗണ്ട് 80 ആണ്. ബില്ല് റിസീവ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. എത്രയാണ്? 2,800 ബില്ല് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡിസ്കൗണ്ട് എമൗണ്ട് ആണ് 80 rupees. വിത്ത് ബാങ്ക് ഹാഡ് ബീൻ ഡിസോണേഡ് ബട്ട് അഡ്വൈസ് വാസ് റിസീവ്ഡ് ഓൺ 3rd April. അല്ലെ, അത് ബിൽസ് റിസീവ് ചെയ്തത് എന്ത് ചെയ്തു? ഡിസോണർ ആയി എന്ന് പറയുമ്പോൾ എന്താണ്? അത് തിരിച്ചും ബാങ്കിൽ നിന്ന് എടുത്ത് മാറ്റി, അതായത് ബാങ്കിൽ ക്യാഷ് വരാനുള്ള പോലെ, അല്ലെങ്കിൽ നമുക്ക് എമൗണ്ട് തരാനുള്ള പോലെ തന്നെയാണ് കിടക്കണേന്ന്. ഓക്കെ, ഇനി അതെന്ത് ചെയ്യും? അത് ഡിസോണറായി, പക്ഷെ അഡ്വൈസ് നമുക്ക് കിട്ടിയത് എന്താണ്? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് നമുക്ക് കിട്ടിയത് 3rd April നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ തിരിച്ചു എൻട്രി ഇടണം. അതായത് നമുക്ക് എന്ത് സംഭവിച്ചു? നമുക്ക് ഇനി ആ പാർട്ടി എമൗണ്ട് തരാനുണ്ട് എന്നുള്ള പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചും അതിനെ എൻട്രി ഇടണം. ഓക്കെ, അപ്പൊ ആ 2,800 എന്താണ്? അത് ഡിസോണർ ആയി. അതായത് ഡിസോണർ ആയി എന്ന് പറയാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ബാങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ബാങ്കിൽ അത് ഡിസോണർ ആയതുകൊണ്ട് ബാങ്ക് ബാലൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? അത് കുറഞ്ഞു കിടക്കണ്ടാവും. പക്ഷെ നമ്മുടെ ഇത് എന്ത് ചെയ്ത്? ക്യാഷ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ അറിഞ്ഞത് എന്താണ്? പിന്നീട് നമുക്ക് അറിഞ്ഞത് 3rd April അറിഞ്ഞത് അല്ലെ. അപ്പൊ നമ്മുടെ ബാലൻസ് എന്ത് ചെയ്യും? നമുക്ക് കിട്ടി എന്നുള്ള പോലെ തന്നെ കൂടിയായിരിക്കും നമ്മുടെ ക്യാഷ് ബുക്ക് കിടക്കണത്. അപ്പൊ നമ്മുടെ ക്യാഷ് ബുക്കിൽ നിന്ന് നമ്മൾ ബാങ്കിലോട്ട് എത്തണമെന്ന്, പാസ്ബുക്കിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ കൂടിയിരിക്കുന്ന ക്യാഷ് ബുക്കിൽ നിന്ന് താഴത്തുള്ള ബാങ്ക് പാസ്ബുക്കിലേക്ക് കയ്യിലേക്ക് എത്തണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. 2,080 എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. 2,080 എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, 2,080 ഇവിടെ ലെസ് ചെയ്തിട്ടുണ്ട്. എന്ത് പറഞ്ഞാൽ ലെസ് ചെയ്തിരിക്കണേ? ഡിസ്കൗണ്ടഡ് ബിൽ റിസീവ്ഡ് ഡിസോണേഡ് ബട്ട് നോട്ട് റെക്കോർഡഡ് ഇൻ ക്യാഷ് ബുക്ക് 2,080 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ലെസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വായിച്ചിട്ട് ഇതേപോലെ കൈവച്ചാണെങ്കിൽ കൈവച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് പ്ലസ് മൈനസ് ഇതിന്റെ സൈഡിൽ തന്നെ ഇട്ടിട്ട് പോകണം. എന്നിട്ട് പ്ലസ് ഒക്കെ നിങ്ങളെടുത്ത് എന്ത് ചെയ്യണം? ആഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാം ഒരുമിച്ച് എഴുതുക. ലെസ് ചെയ്യാനുള്ള എല്ലാം ഒരുമിച്ച് അടുത്തും ചെയ്യുക. എന്നിട്ട് അതിന്റെ ടോട്ടൽ കാണാം. ഓക്കെ, അതായിരിക്കുള്ളൂ ബെറ്റർ എന്ന് വിചാരിക്കുന്നു. അല്ല, ഓരോന്നും വായിച്ചു വരുമ്പോൾ നമുക്ക് ഇത്ര സ്പേസ് ഒക്കെ വരുന്നത് കറക്റ്റ് ആയിട്ട് ഇരിക്കൂല. അതുകൊണ്ടാണ്. ഓക്കെ, എ ബിൽ ഫോർ 40,000 വാസ് റിട്ടേർഡ് paid by the bank under a rebate of 600 but the full amount of the bill was credited in the bank column of cash book. എന്താണ് സംഭവിച്ചത് അവിടെ? ബിൽ ഓഫ് 40,000 വാസ് റിട്ടേർഡ്. ഇതൊക്കെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, എ ബിൽ ഫോർ 40,000 വാസ് റിട്ടേർഡ് പെയ്ഡ് ബൈ ദ ബാങ്ക്. ഇത് എന്താണ്? പെയ്ഡ് ബൈ ദ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്നാണ് പേ ചെയ്തിരിക്കുന്നത്. അതായത് എന്താണ്? ഇത് എക്സ്പെൻസ് ആണ് അല്ലെ, പേയ്മെന്റ് ആണ്. പേയ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ പേയ്മെന്റ് കൊടുത്തിരുന്നു. എത്രയാണ്? 40,000 വേണ്ടി നമ്മൾ പേയ്മെന്റ് കൊടുത്തിരുന്നു. അത് റിട്ടേർ ചെയ്തുകൊണ്ട് മുന്നേ പേയ്മെന്റ് കൊടുത്തുകൊണ്ട്
അക്കൗണ്ട് നമുക്ക് ഒരു റിബേറ്റ് അനുവദിച്ചു. എത്രയാണ്? 600 റിബേറ്റ് അനുവദിച്ചു. ഓക്കെ, അപ്പോൾ അതായത് 40,000 കൊടുക്കേണ്ട അടുത്ത് നമ്മൾ എത്ര കൊടുത്താൽ മതി? 39,400 കൊടുത്താൽ മതി. 600 കമ്മിയായിട്ട് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, ബട്ട് ദ ഫുൾ എമൗണ്ട് ഓഫ് ദ ബിൽ വാസ് ക്രെഡിറ്റഡ് ഇൻ ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആ കുറച്ച് 39,400 എഴുതണതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ക്യാഷ് ബുക്കിൽ കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ക്യാഷ് ബുക്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കൊണ്ടുപോയി 40,000 കൊണ്ടുപോയി എഴുതി വെച്ചു അല്ലെ. നമ്മൾ 39,400 എഴുതാൻ പാടുള്ളൂ, പക്ഷെ ക്യാഷ് ബുക്കിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? 40,000 എഴുതി വെച്ചു. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ചിരിക്കണേ? നമ്മുടെ ബാങ്ക് ബുക്കിൽ പറഞ്ഞത് എങ്ങനെയാണ്? പാസ്ബുക്കിൽ വന്നത് എങ്ങനെയായിരിക്കും? 39,400 എന്നായിരിക്കും. നമ്മുടെ ക്യാഷ് ബുക്കിൽ എങ്ങനെയായിരിക്കും? 40,000 എന്നായിരിക്കും കിടക്കണം അല്ലെ. ക്യാഷ് ബുക്കിൽ എന്തായിരിക്കും? കൂടിയായിരിക്കും കിടക്കണത്, അതായത് 40,000 എന്ന് കിടക്കണ്ടാവും. ഇവിടെ ബാങ്ക് ബുക്കിൽ എന്തായിട്ടായിരിക്കും കിടക്കണത്? 39,600 39,400 എന്ന് പറഞ്ഞിട്ട് പാസ്ബുക്കിൽ കുറഞ്ഞായിരിക്കും കിടക്കണത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ 600 ആ ഡിഫറൻസിൽ ആ 600 നമ്മൾ എന്ത് ചെയ്യണം? 600 ക്യാഷ് ബുക്കിൽ എന്തായിരിക്കും? കൂടി കിടക്കണം. നമ്മൾ അതിൽ നിന്ന് താഴത്തുള്ള പാസ്ബുക്കിലേക്ക് എത്തണം. 600 ആണ് ഡിഫറൻസ്. അപ്പൊ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിന്റെ കൈ കൂടിയാണ് കിടക്കുന്നത്, പാസ്ബുക്കിന്റെ കൈ എന്താണ്? താഴെയാണ് ഇരിക്കുന്നത്. അപ്പൊ മുകളിലുള്ള ക്യാഷ് ബുക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? താഴെയുള്ള പാസ്ബുക്കിലേക്ക് എത്തുന്നത്. എന്ത് ചെയ്യണം? അതിന് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? അതായത് ബാലൻസ് വെച്ച് നോക്കണം. അതായത് എന്താ ചെയ്യേണ്ടത്? ക്യാഷ് ബുക്കിലുള്ള ബാലൻസ് എന്താ സംഭവിച്ചത്? പേയ്മെന്റ് ആണ്. ക്യാഷ് ബുക്കിലുള്ള ബാലൻസ് എന്താ സംഭവിച്ചത്? നമുക്ക് പേയ്മെന്റ് ആണ്. പേയ്മെന്റ് വരാൻ നേരത്തേക്കും ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ പേയ്മെന്റ് ആണ് ബൈ ദ ബാങ്കിലിരുന്ന പേയ്മെന്റ് കൊടുത്തിരിക്കണം. ഓക്കെ, പേയ്മെന്റ് കൊടുത്തിരിക്കണത് ബാങ്കിലിരുന്നാണ്. ബാങ്കിലിരുന്ന് പേയ്മെന്റ് കൊടുത്തു എന്ന് പറയാൻ നേരത്തെ എന്താണ് സംഭവിക്കുന്നത്? അതായത് പേയ്മെന്റ് കൊടുക്കാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യും? അത്രയും എമൗണ്ട് നമുക്ക് കുറഞ്ഞു വന്നു അല്ലെ. എത്ര എമൗണ്ട് ബാലൻസ് നമുക്ക് കുറഞ്ഞു പോയി. കുറഞ്ഞു പോയി. ഓക്കെ, നമുക്ക് ബാലൻസ് നമ്മുടെ ക്യാഷ് ബുക്കിലാണെന്നുണ്ടെങ്കിൽ ബാലൻസ് തന്നെ 40,000 കുറഞ്ഞൊരു കിടക്കുകയാണ്. നമ്മുടെ ഒറിജിനൽ ബാങ്കിലാണെങ്കിലോ 39,400 കുറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, 39,400 കുറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ 600 വ്യത്യാസമുണ്ട്. അപ്പൊ ഏറ്റവും കുറഞ്ഞ കൈ ഏതിലാണ്? ക്യാഷ് ബുക്കിലാണ്. ക്യാഷ് ബുക്കിൽ 40,000 കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടിയിൽ വന്നിരിക്കുന്ന കൈ ഏതാണ്? ക്യാഷ് ബുക്കിന്റെയാണ്. മുകളിൽ വന്നിരിക്കുന്ന കൈ ഏതാണ്? ബാങ്കിന്റെയാണ്. ബാങ്കിന്റെ പേയ്മെന്റ് കുറച്ചപ്പോൾ ബാങ്കിന് 39,400 കുറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ക്യാഷ് ബുക്കിൽ നിന്ന് ബാങ്ക് ബുക്കിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യണം? നമ്മളൊന്ന് ഒരു കൈ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിന്റെ കൈ ഒന്ന് പൊക്കണം. അതായത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എത്ര ആഡ് ചെയ്യണം? 600 ആഡ് ചെയ്യണം. ഓക്കെ, എ ചെക്ക് ഓഫ് 10,000 wrongly ക്രെഡിറ്റ് അതിന്റെ ഇത് എങ്ങനെ എഴുതേണ്ടത്? റിബേറ്റ് ഓൺ ബിൽ നോട്ട് എൻറ്റേർഡ് ഇൻ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് 600 എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് ചെക്ക് ഓഫ് 10,000 wrongly credited in passbook 29th March was reversed on 2nd March. ചെക്ക് 10,000 wrongly credited in പാസ്ബുക്ക്. നമ്മളുടെ ക്യാഷ് അല്ല, വേറെ ഏതോ ക്യാഷ് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് പാസ്ബുക്കിൽ വന്ന് കിടക്കുവാണ് 10,000 എന്നുള്ളത്. റോങ് ആയിട്ട് വന്ന് കിടക്കുവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പാസ്ബുക്കിൽ ബാലൻസ് എന്താ സംഭവിച്ചത്? പാസ്ബുക്കിൽ ബാലൻസ് കൂടി കിടക്കുവാണ്. പാസ്ബുക്കിലെ ബാലൻസിന് എന്ത് സംഭവിച്ചു? കൂടി കിടക്കുവാണ്. ക്യാഷ് ബുക്കിൽ നമുക്ക് ഇത് എന്തെങ്കിലും അറിയാവോ? ഇല്ല. ക്യാഷ് ബുക്കിലെ ബാലൻസ് എന്താണ്? കുറഞ്ഞു കിടക്കുമായിരിക്കും ചെയ്യണത്. ഓക്കെ, ക്യാഷ് ബുക്കിലെ ബാലൻസിന് എന്ത് സംഭവിച്ചിട്ടാണ്? കുറഞ്ഞു കിടക്കുവാണ് ചെയ്യണത്. അപ്പൊ ക്യാഷ് ബുക്കിലെ ബാലൻസ് കുറഞ്ഞു കിടക്കും. അത് നമ്മൾ ബാങ്കിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ആ 10,000 ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ടാവും? ചെക്ക് റോങ്ലി ക്രെഡിറ്റഡ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞാൽ 10,000 ആഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. അടുത്ത എന്താണ്? ബാങ്ക് ഹാഡ് റോങ്ലി ഡെബിറ്റഡ് 20,000 ഇൻ അക്കൗണ്ട് ഓഫ് 31st March ആൻഡ് റിവേഴ്സ് ഓൺ 10th April. അതായത് നമ്മൾ എന്താണ് ഇപ്പൊ പറഞ്ഞതിന്റെ കറക്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് എൻട്രി ഇടുക. ബാങ്കിൽ എന്താണ്? റോങ്ലി ഡെബിറ്റ് വന്നു. നേരത്തെ ക്രെഡിറ്റാ വന്നത്. ഇപ്പൊ ബാങ്കിൽ ബാലൻസ് എന്ത് ചെയ്ത്? കുറഞ്ഞു. എത്ര കുറഞ്ഞു? 20,000 കുറഞ്ഞു. പക്ഷെ ക്യാഷിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ക്യാഷിൽ അപ്പൊ എന്താണ്? കൂടി തന്നെ കിടക്കണേ. അതായത് ക്യാഷിൽ നമുക്ക് ഈ 20,000 റോങ്ലി ഡെബിറ്റ് വന്നത് നമുക്ക് അറിയില്ല. ക്യാഷിൽ അറിയില്ല. നമുക്ക് ക്യാഷ് നമ്മുടെ ബാങ്ക് ബുക്കിൽ എന്താ ചെയ്തിരിക്കണേ? നമ്മുടെ ക്യാഷ് ബുക്കിൽ എന്താ ചെയ്തിരിക്കണേ? നമുക്ക് സാധാരണ പോലെ തന്നെ കൂടി തന്നെ ഇരിക്കണം. പക്ഷെ ബാങ്കിൽ എന്താ ചെയ്തിരിക്കണേ? ബാങ്കിൽ 20,000 റോങ്ലി ഡെബിറ്റ് വന്നുകൊണ്ട് ആ ബാലൻസ് കുറച്ച് കുറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്താണ്? ക്യാഷിന്റെ കൈ എന്താണ്? കൂടിയിരിക്കുന്നു. ബാങ്കിന്റെ കൈ എന്താണ്? കുറഞ്ഞിരിക്കുന്നു. ക്യാഷിന്റെ ബാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണത്? കുറയ്ക്കണം. എത്ര കുറയ്ക്കണം? 20,000 കുറയ്ക്കണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് എൻട്രി ഇടാം? എമൗണ്ട് റോങ്ലി ഡെബിറ്റഡ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 20,000 എഴുതാം. എമൗണ്ട് റോങ്ലി ഡെബിറ്റഡ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 20,000 കാണിക്കുക. ലെസ് ചെയ്യുക. ഓക്കെ,
ഇനി അടുത്ത എന്താണ്, ചെക്ക് ഓഫ് 800 ഡ്രോൺ ഓൺ സേവിങ്സ് അക്കൗണ്ട് ഹാസ് ബീൻ ഷോൺ ആസ് ഡ്രോൺ ഓൺ കറന്റ് അക്കൗണ്ട് ഇൻ ക്യാഷ് ബുക്ക്. കണ്ടോ, എന്താണ് നമ്മൾ എന്താ ചെക്ക് ഡ്രോ ചെയ്ത് സേവിങ്സ് അക്കൗണ്ടിൽ നിന്നാണ്, പക്ഷേ നമ്മൾ എന്ത് ചെയ്ത് ക്യാഷ് ബുക്കിൽ ആ ഷോൺ എന്ന് നമ്മൾ കാണിച്ചിരിക്കുന്ന ആ എൻട്രി നമ്മൾ കാണിച്ചിരിക്കുന്ന കറന്റ് അക്കൗണ്ടാണ്. ക്യാഷ് ബുക്കിൽ കൊണ്ട് നമ്മൾ കാണിച്ചിരിക്കുന്ന കറന്റ് അക്കൗണ്ടാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുക, സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആരുടെയാണ്, പേഴ്സണൽ അക്കൗണ്ട് ആണ് അല്ലെ. പേഴ്സണൽ അക്കൗണ്ട് ആണ് ഒരു കമ്പനിക്ക് വരിക, അല്ല, ഒരിക്കലും അല്ല. എന്താ വരിക, കറന്റ് അക്കൗണ്ടാ വരിക. അതും കൂടി നമ്മൾ നോക്കണം. ആ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ വരേണ്ട കാര്യമുണ്ടോ, ഇല്ല, നമ്മുടെ ഇതിൽ വരേണ്ട കാര്യമില്ല, അത് പേഴ്സണൽ ആണ്. അപ്പൊ കറന്റ് അക്കൗണ്ടിൽ കൊണ്ടുവന്ന് നമ്മളത് കുറച്ച് വെച്ചത് ശരിയാണോ, അല്ല, തെറ്റാണ് അല്ലെ. സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് പേഴ്സണൽ ആയിട്ട് പോയ കാര്യം നമ്മൾ കൊണ്ട് കറന്റ് അക്കൗണ്ടിൽ കൊണ്ടുവന്ന് കാണിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്തു, ഇല്ലാത്ത, അതായത് നമ്മുടെ കറണ്ട് അക്കൗണ്ടിന്റെ ബാങ്കിന്റെ ബാലൻസ് എന്താണ്, കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ കൊണ്ട് നമ്മുടെ ക്യാഷ് ബുക്കിൽ ആ ബാങ്കിന്റെ ബാലൻസ് കൊണ്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. എത്ര കുറച്ച് വെച്ചിട്ടുണ്ട്, 800 കൊണ്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതിന് നമ്മൾ ആക്ച്വൽ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നോർമൽ ആയിട്ട് എടുക്കണം. കാരണം അത് സേവിങ്സ് ബാങ്കിൽ നിന്ന് പോയതാണ്, പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് പോയ ബാലൻസ് ആണ്. നമ്മൾ കൊണ്ട് കറണ്ട് അക്കൗണ്ടിൽ ആവശ്യമില്ലാണ്ട് കുറച്ച് വെച്ചാണ്. അതിന് എന്ത് ചെയ്യണം, കൂട്ടിയെടുക്കണം. അപ്പൊ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം 800 എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. കാരണം ക്യാഷ് നമ്മുടെ കുറഞ്ഞിരിക്കുകയാണ്, കൈ വെച്ചൊന്ന് നോക്കി ക്യാഷ് ഇങ്ങനെ കുറഞ്ഞിരിക്കുകയാണ്, അതിന് ബാങ്കിലേക്ക് എത്തിക്കാനായിട്ട് ആഡ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, 800 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് പറഞ്ഞ് ആഡ് ചെയ്യണം, ചെക്ക് ഡ്രോൺ ഓൺ സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ബട്ട് റോങ്ലി റെക്കോർഡ് ഇൻ കറന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 800 എന്ന് പറഞ്ഞ് ആഡ് ചെയ്തിടുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇത്. ഇനി ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പാസ്ബുക്ക് ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. പാസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് എൻട്രി വരും. അപ്പൊ ആ കൈ ഉപയോഗിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ 1,50,000 ഈ ആഡ് ചെയ്യേണ്ട ഐറ്റം എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ ടോട്ടൽ ചെയ്താൽ 23,800 വരും. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1,82,080 വരും. ഇനി ലെസ് ചെയ്യേണ്ട ഐറ്റം എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 56,080 വരും. ഈ 1,82,000 56,000 മൈനസ് ചെയ്യുമ്പോൾ 1,26,000 വരും. ഓക്കെ, സിമ്പിളാണ്. ആ ഒരു നിങ്ങൾ പഠിച്ച് പ്ലസും മൈനസും ബൈ ഹാർട്ട് പഠിച്ചു വെച്ചവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ, അത് പഠിക്കേണ്ട. ഇതേപോലെ കൈ ഉപയോഗിച്ചൊന്ന് നിങ്ങൾ ട്രിക്ക് ഒന്ന് മനസ്സിലാക്കുക. ഇനിയും മനസ്സിലാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ, അതുമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സിമ്പിൾ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, എന്നിട്ട് ടെലിഗ്രാമിലേക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ, ഇനി ഇല്ലുസ്ട്രേഷൻ 5 ആണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡും കൂടി ചേർന്നത്. നമ്മൾ എന്ത് ചെയ്യണം, അമെൻഡഡ് ക്യാഷ് ബുക്കും പ്രിപ്പയർ ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് BRS സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ചെയ്ത BRS സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. 31 ജാനുവരി 2022 എസിന്റെ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് കാണിക്കുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അതായത് ബാങ്ക് ഓടിയാണ് അവിടെ ഉള്ളത്, ബാങ്ക് ബാലൻസ് അല്ല. അപ്പൊ നമ്മളിപ്പോ ചിന്തിച്ചതിന്റെയൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചിന്തിക്കേണ്ടി വരും. അതായത് ബാങ്ക് ഓടി എന്ന് പറയുമ്പോൾ എന്താണ്, നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ക്യാഷ് ബാലൻസ് ആണ് പറഞ്ഞത് അല്ലെ. ബാങ്ക് ഓടി, നമുക്ക് ഒരു എക്സ്ട്രാ എമൗണ്ട് നമുക്ക് അവർ ചെലവില്ലാത്ത കാശ് നമുക്ക് അവർ ബാങ്കുകാർ ചെലവ് ചെയ്യാനായിട്ട് തന്നിരിക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ ചെലവ് ചെയ്തെടുക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, ബാങ്ക് ഓടി എന്ന് പറയുമ്പോൾ എപ്പോഴും നെഗറ്റീവിലാണ് എമൗണ്ട് വരേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ നമുക്ക് എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ് വന്നെങ്കിൽ ബാങ്ക് ഓടി എന്തായിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ചിന്തിച്ചത് എന്താണോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ചിന്തിക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ചിന്തിച്ചത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ബാങ്ക് ഓടി വരാൻ നേരത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ ആ ഒരു ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് പ്ലസ് ടുവിന്റെ ചെയ്ത് നോക്കുക, കൈ വെച്ച് തന്നെ ചെയ്തു നോക്കുക, കാണാതെ പഠിച്ച് ചെയ്യരുത്. അതിന് ശേഷം ഇവിടെ ബാങ്ക് ഓടിയുടെ കാര്യം വരിക. ഓക്കെ, ഇനി അപ്പൊ നമ്മൾക്ക് ബാങ്ക് ഓടിയാണ് നെഗറ്റീവ് ആണെന്നുള്ളത് ചിന്തിക്കാം. ഇനി എന്താണ്, കമ്പയർ വിത്ത് പാസ്ബുക്ക് ആയിട്ട് വരുമ്പോൾ അതിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. എന്താ വന്നേക്കണേന്ന് നോക്കാം. ക്യാഷ് ആൻഡ് ചെക്ക് എമൗണ്ട് 26,800 were sent to the bank on 27 March. അതായത് ക്യാഷും ചെക്കും കൂടി ഒരു 26,800 ബാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു 27-ാം തീയതി. ബട്ട് ചെക്ക് വർത്ത് 4,600 were credited on 2nd February. അടുത്ത ഇതിലാണ് നമുക്ക് എന്ത് വന്നത്, നമുക്ക് ഇയർ എൻഡ് എന്താണ്, ഇയർ എൻഡ് വരുന്നത് 31 ജാനുവരിയിലാണ്. പക്ഷേ ഫെബ്രുവരിയിലാണ് നമുക്ക് എന്ത് വന്നത്, ഫെബ്രുവരിയിലാണ് ഒരു 4,600 എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തത് എന്നാണ് ഫെബ്രുവരിയിലാണ്. അപ്പോൾ 4,600 എമൗണ്ട് എന്ത് ചെയ്യും, നമ്മുടെ ക്യാഷ് ബുക്ക് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ക്യാഷ് ആഡ് ചെയ്യണോ, അതായത് കൈ ഒന്ന് പൊക്കി കാണിക്കണോ താത്തി കാണിക്കണോ,
ഇവിടെ കൈ പൊക്കി കാണിക്കാൻ പാടില്ല. കാരണം ഇത് ആഡ് ചെയ്യണല്ല, ക്യാഷ് ബാലൻസ് ആഡായിട്ട് വരില്ല, എന്തായിട്ട് വരുള്ളൂ, ലെസ് ആയിട്ടേ വരുള്ളൂ. എന്തുകൊണ്ടാണ് ക്യാഷ് ബാലൻസ് ലെസ് ആയിട്ട് പറഞ്ഞേ? ബാങ്ക് ഓടിയാണ്, നെഗറ്റീവിലാണ് ക്യാഷ് ഇരിക്കുന്നത് അല്ലെ. നെഗറ്റീവിൽ ക്യാഷ് ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അതിൽ നിന്ന് കുറഞ്ഞേ കാണിക്കുള്ളൂ അല്ലെ. 100 രൂപ നെഗറ്റീവിൽ ഇരിക്കുന്നു, അതിൽ നിന്ന് ഒരു 50 രൂപ 40 രൂപ ഇടുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 60 രൂപ നെഗറ്റീവിൽ തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ അത് കുറയുള്ളൂ, ആ നെഗറ്റീവ് ബാലൻസ് കുറയാനേ സഹായിക്കുള്ളൂ. ഓക്കെ, അത് കാരണം ബാങ്ക് ഓടിയാണ്, അത് വെച്ച് നിങ്ങൾ ചിന്തിക്കുക. ബാങ്ക് ഓടിയാണ്, നെഗറ്റീവിലാണ് ഇരിക്കുന്നത്. നമ്മൾ 26,800 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പൊ നമ്മുടെ ക്യാഷ് ബുക്ക് പ്രകാരം എന്താണ്, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാങ്കിൽ 4,600 വന്നിട്ടില്ല, അത് അടുത്ത വർഷത്തെ ഇതിലേ വരുള്ളൂ. അപ്പൊ ബാങ്കിൽ വന്നിരിക്കുന്ന 4,600 എന്താണ്, അത്രയും കുറഞ്ഞിട്ടില്ല, ബാങ്കിൽ അത്രയും കൂടി തന്നെ കാണിക്കണേ. ഇനി അടുത്തുണ്ട് എന്താണ് വന്നേക്കണേ, അതിന്റെ 1 check 900 വാസ് റിട്ടേൺഡ് ബൈ ദം ആസ് ഡിസോണേർഡ് ഓൺ 4th February. എന്തായി, നമുക്ക് ഒരു ചെക്ക് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്തതിൽ ഒരു ചെക്ക് എന്ത് ചെയ്ത് വന്നിട്ടില്ല, ഒരു ചെക്ക് എന്ത് ചെയ്തു, ഡിസോണർ ആയി. അപ്പൊ രണ്ടിന്റെ എഫക്ട് എന്താണ്, ഒന്നല്ലേ. അപ്പൊ 4,600 പ്ലസ് 900 എന്ന് പറയുമ്പോൾ എത്ര വരും, 5,500. ആ 5,500 എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ ബാങ്കിൽ എമൗണ്ട് കുറഞ്ഞിട്ടില്ല. 5,500 എമൗണ്ട് ബാങ്കിൽ കുറഞ്ഞിട്ടില്ല. നമ്മുടെ കയ്യിൽ ആ 5,500 കുറഞ്ഞു കിടപ്പുണ്ട്. അതായത് ക്യാഷിൽ എന്താണ്, നമ്മുടെ ക്യാഷിന്റെ കൈ എന്താണ്, നന്നായിട്ട് കുറഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ ബാങ്കിന്റെ കൈ എന്താണ്, അത്രയും കുറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ക്യാഷ് ബാലൻസിൽ നിന്ന് ബാങ്ക് ബാലൻസിലോട്ടാണ് നമുക്ക് എത്തേണ്ടത്. ക്യാഷ് ബാലൻസിൽ നിന്ന് എന്തിലോട്ടാണ് എത്തേണ്ടത്, നമുക്ക് ബാങ്ക് ബാലൻസിലോട്ടാണ് എത്തേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 5,500 നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആ ബാങ്ക് റിക്കൺസിലേഷന്റെ ആ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് നോക്കാം. പക്ഷെ അതിന് മുന്നേ നമ്മൾ ഇത് ഇടണം, അമെൻഡഡ് ക്യാഷ് ബുക്ക് ഇടണം. ഓക്കെ, പക്ഷെ ആ ഒരു എൻട്രി പറഞ്ഞു പോയതുകൊണ്ട് ഞാനത് മാത്രം കാണിച്ചു തരാം. എന്താണ്, ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബാങ്ക്. ഓക്കെ, 5,500 4,600 പ്ലസ് 900 5,500 എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് ഇടുവാണ്. ഓക്കെ, ആഡ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി അടുത്ത ഇത് നോക്കാം. നിങ്ങൾക്ക് അതിന് പകരം അമെൻഡഡ് ക്യാഷ് ബുക്ക് എന്താണെന്നുള്ളത് പഠിച്ചിട്ട് വേണ്ടി അതിലോട്ട് PRS ഇടാനായിട്ട്. ഓക്കെ, ആ ട്രാൻസാക്ഷൻ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ജാനുവരി എസ് ഇഷ്യൂഡ് എ ചെക്ക് വർത്ത് ₹33,400 ടു ഹിസ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് ചെക്ക് ഇഷ്യൂ ചെയ്തു. ഈ നെഗറ്റീവ് ബാലൻസ് ഉള്ളപ്പോൾ നമ്മൾ ചെക്ക് ഇഷ്യൂ കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും, തിരിച്ചു ഒരു ഓവറായിട്ട് കുറച്ചും കൂടി ബാലൻസ് നെഗറ്റീവിൽ കൂടും അല്ലെ. നെഗറ്റീവിൽ 33,400 കൂടി നെഗറ്റീവ് ബാലൻസ് കൂടും. ഇനി ഇത് ഔട്ട് ഓഫ് ദി ചെക്ക് വർ 27,000 വർ പ്രസന്റഡ് ഫോർ പേയ്മെന്റ് 5th February. 27,400 നമ്മൾ പ്രസന്റ് ചെയ്തതെന്നാണ് 5th February പ്രസന്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ കൂടി കിടക്കുവാണ്, ബാങ്കിന്റെ അത്രയും വന്നിട്ടില്ല. ഓക്കെ, ആ 27,400 എന്താണ്, നമുക്ക് 5th February ഈ വർഷം വന്നിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 27,400 നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കളയാം. നമ്മുടെ ഇതിൽ നിന്ന് നമ്മുടെ കൈ ഇത്തിരി കൂടി കിടക്കുമല്ലേ ക്യാഷിന്റെ കൈ, അതിൽ നിന്ന് ബാങ്കിന്റെ കൈ കുറച്ച് കുറഞ്ഞു കിടക്കുവാണ്. അപ്പൊ അതിൽ നിന്ന് 27,400 എന്ത് ചെയ്യാം, ലെസ് ചെയ്ത് കളയാം. അത് നിങ്ങൾ കൈ വെച്ച് നോക്കുക കേട്ടോ, കൈ വെച്ച് നോക്കി ആദ്യം എടുത്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനി അടുത്തത് എന്താണ്, അക്കോർഡിംഗ് ടു എ സ്റ്റാൻഡിംഗ് ഓർഡർ ദ ബാങ്ക് ഹാസ് മെയ്ഡ് ദ ഫോളോയിങ് പേയ്മെന്റ് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ജാനുവരി. എന്താണ്, ബാങ്ക് നമ്മുടെ എസിന്റെ സ്റ്റാൻഡിംഗ് ഓർഡർ അനുസരിച്ച് ബാങ്ക് എന്ത് ചെയ്യാണ്, എല്ലാ മാസവും എന്ത് ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ജാനുവരിയിൽ എന്താണ് ഫോളോയിങ് പേയ്മെന്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഡിഡക്ട് ചെയ്തു. അതായത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തു, ടെലിവിഷൻ ലൈസൻസ് ഫീ 2,400 എല്ലാം പേ ചെയ്തു. അപ്പൊ നമ്മളുടെ ബാങ്കിൽ അത് നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് വന്നിട്ടുണ്ടാവില്ല, ബാങ്കിലിരുന്ന് ഓൾറെഡി ഇത് പേ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നെഗറ്റീവിലിരിക്കുന്ന ബാങ്ക് ബാലൻസിലിരുന്ന് ഇതൊക്കെ പേ ചെയ്യാൻ നേരത്തെ എന്ത് വരും, വീണ്ടും നെഗറ്റീവ് കൂടും അല്ലെ. 3,840 2,400 കൂടും. നമ്മുടെ ബാങ്കിൽ ഇത് വന്നിട്ടുണ്ടോ, ബാങ്കിൽ വന്നിട്ടില്ല. നമ്മുടെ ക്യാഷിൽ ഇത് വന്നിട്ടില്ല, ബാങ്കിലേ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്, ബാങ്കിൽ നമ്മൾ ഒരു സ്റ്റാൻഡിംഗ് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഇത്രയൊക്കെ പാസ്സാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ക്യാഷ് ബുക്കിൽ അതെന്ന് പാസ്സായെന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ എൻട്രി എവിടെ ഇടേണ്ടത്, നമ്മളത് ആദ്യം ക്യാഷ് ബുക്കിൽ അമെൻഡഡ് ക്യാഷ് ബുക്ക് എഴുതിയിട്ട് അതിൽ കൊണ്ടുവരണം അല്ലെ. ബാങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്യാഷിലാണ് വരാത്ത, ക്യാഷ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്ന ഫിഗർ അല്ലേ. ക്യാഷ് ബുക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പാടില്ലേ, ബാങ്കിൽ പോയി എന്തെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല, കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയത് എവിടെയാണ്, ക്യാഷ് ബുക്കിലാണ് കറക്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ക്യാഷ് ബുക്കിൽ കൊണ്ടുപോയി നമ്മൾ കറക്റ്റ് ചെയ്യും. ക്യാഷ് ബുക്കിൽ കൊണ്ടുപോയി കറക്റ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ഉണ്ടായ ബാലൻസ് ഇല്ലേ, ആ ബാലൻസ് ഇവിടെ എടുത്ത് എഴുതുക. ഇതെന്താണ്, ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. എന്ത് പറയും, ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ 2,50,000 കാണിക്കാം. ഓക്കെ, 2,50,000 ഇവിടെ ബാലൻസ് ആയിട്ട് കാണിക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യണം, ഓക്കെ,
ഇനി അടുത്തത് എന്ത് ചെയ്യണം? അടുത്തത് നമ്മൾ ഇവിടെ എഴുതി 3814, 2400. ഇതിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, നെഗറ്റീവിലുള്ള ക്യാഷിലിരുന്ന് ഇത്രയും പേയ്മെന്റ് കൊടുക്കാൻ നേരത്തേക്ക് പോസിറ്റീവിലേക്ക് വരുമോ? ഇല്ല. എന്ത് ചെയ്യും? അതിൽ ആ നെഗറ്റീവിലെ ക്യാഷ് ഒന്നും കൂടി നെഗറ്റീവായിട്ട് കൂടുവാണ് അല്ലെ, ഒന്നും കൂടി കൂടുവാണ്. അപ്പൊ ബാലൻസ് കൂടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതേ സൈഡിൽ തന്നെ നമ്മൾ എൻട്രി ഇടണം അല്ലെ. ക്യാഷ് ബാലൻസ് എവിടെയാണോ അതിന്റെ അടുത്ത് തന്നെ നമ്മൾ അതേ സൈഡിൽ തന്നെ ഇട്ടാലേ ഈ ബാലൻസ് കൂടുള്ളൂ. ഓപ്പോസിറ്റ് സൈഡിൽ ഇടുവാണെങ്കിൽ ഈ ബാലൻസ് എന്ത് ചെയ്യും? കുറയും അല്ലെ, കുറയുവാണ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നെഗറ്റീവിലുള്ള ബാങ്ക് ബാലൻസിലൂടെ നമ്മൾ ഒന്നും കൂടി ക്യാഷ് പേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീണ്ടും നെഗറ്റീവിലാണ് ക്യാഷ് വരുന്നത്, ഓടിയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതേ സൈഡിൽ തന്നെ എൻട്രി ഇടുക. എന്താ പറയുക? ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞാൽ 3840 ടെലിവിഷൻ ലൈസൻസ് ഫീ എന്ന് പറഞ്ഞാൽ 2400 കൂടി ചേർത്ത് ഇവിടെ ഇട്ടേക്കണത് എത്ര വരും? 6240 എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു എൻട്രി ഇടുക. ഓക്കെ, അത് നമ്മൾ ക്യാഷിൽ കാണിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ക്യാഷിൽ? നമുക്ക് ക്യാഷ് ബുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ബാങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അമൻഡഡ് ക്യാഷ് ബുക്ക് ഇടാൻ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ക്യാഷ് ബുക്കിൽ എന്തൊക്കെ ചേഞ്ചസ് നമുക്ക് ചെയ്യാൻ പറ്റും? ഇപ്പൊ ബാങ്കിൽ വന്നിട്ടുള്ള ഇത്രയും ചാർജസ് ഒക്കെ നമുക്ക് ക്യാഷ് ബുക്കിലേക്ക് വന്ന് ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ളത് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അമൻഡഡ് ക്യാഷ് ബുക്കിൽ വെച്ച് ഇടണം. ഓക്കെ, ബാലൻസ് ആദ്യം പറഞ്ഞൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി ബാങ്കിൽ ആ ട്രാൻസാക്ഷൻ ഇട്ട് കഴിഞ്ഞിട്ട് അത് ബാങ്കിൽ വരാതിരിക്കുന്നതാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെന്താണ്? ബാങ്കിൽ നമ്മൾ സ്റ്റാൻഡിങ് ഓർഡർ കൊടുത്തത് കൊണ്ട് അവിടെ ബാങ്കിൽ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ക്യാഷ് ബുക്കിൽ അത് ഇട്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നാ വന്നേന്ന്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ക്യാഷ് ബുക്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഡി. യെസിന്റെ ബാങ്ക് ഹാവ് കളക്ടഡ് 3000 as dividend on his ഷെയർ. അവരുടെ ഷെയറിൽ 3000 ഡിവിഡൻഡ് ആയിട്ട് കളക്ട് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ ഇൻകം കിട്ടി എന്നാ പറഞ്ഞിരിക്കുന്നത്, അതിൽ എമൗണ്ട് ക്രെഡിറ്റ് ആയെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓഡിയിലിരിക്കണ ഒരു അക്കൗണ്ട്, നെഗറ്റീവിലിരിക്കുന്ന അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആ നെഗറ്റീവ് ക്യാഷ് കൂടുകയോ കുറയോ? നെഗറ്റീവ് ക്യാഷ് കുറയും അല്ലെ. ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ക്യാഷ് കുറയും. ആ 100 രൂപ നെഗറ്റീവിലിരിക്കുന്നിടത്തേക്ക് നമ്മൾ ഒരു 20 രൂപ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് സംഭവിക്കും? 20 രൂപ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് 100 രൂപ കുറയില്ലേ? നെഗറ്റീവ് എത്രയായിട്ട് മാറും? 80 രൂപയായിട്ട് മാറും. 20 രൂപ ഇട്ട് കഴിഞ്ഞാൽ 80 രൂപ നെഗറ്റീവായിട്ട് മാറും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താണ്? നെഗറ്റീവിലിരിക്കുന്ന ഇതിലോട്ട് നമുക്ക് ഡിവിഡൻഡ് ഇൻകം എന്ത് ചെയ്ത് കളക്ട് ചെയ്ത് 3000 വന്നിട്ടുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യണം? അത് നമുക്ക് ആ ബാലൻസ് കുറയ്ക്കണം. നെഗറ്റീവിലുള്ള ബാലൻസ് കുറച്ച് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യാം? അത് ബാങ്കിൽ വന്നതാണ്, നമ്മുടെ ക്യാഷിൽ വന്നിട്ടില്ല. അപ്പൊ ക്യാഷിൽ നമുക്ക് ഇടാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ 3000 കുറയ്ക്കണം. അപ്പൊ ഈ ബാങ്ക് ബാലൻസിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് സൈഡ് ഇടുക. ഓപ്പോസിറ്റ് സൈഡിൽ ടു ഡിവിഡൻഡ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ മാത്രമേ ഈ ബാങ്ക് ബാലൻസ് കുറയാൻ പറ്റുള്ളൂ അല്ലെ. അതുപോലെ ഇൻകം ആണ്. ഓക്കെ, റെസിപ്റ്റ്സ് ആണ്. ഇനി അടുത്തത് എന്ത് ചെയ്യണം? അടുത്ത എന്താ ഉള്ളത്? ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക് 2005. ഇൻട്രസ്റ്റ് ബാങ്കിൽ ചാർജ് ചെയ്തു, പക്ഷെ നമ്മൾ ഇൻട്രസ്റ്റ് ബാങ്കിലെ ചാർജ് ചെയ്തേക്കണം, നമ്മളിവിടെ അക്കൗണ്ട് ചെയ്തിട്ടില്ല, നമുക്ക് അറിയില്ല. അപ്പൊ അതൊക്കെ അങ്ങനെ ഇൻട്രസ്റ്റ് ബാങ്ക് ചാർജസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് നമ്മുടെ ക്യാഷ് ബുക്കിൽ അമെൻഡഡ് ക്യാഷ് ബുക്ക് ചെയ്യാൻ പറഞ്ഞാൽ അമെൻഡഡ് ക്യാഷ് ബുക്കിൽ അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക് എന്നാ പറയുന്നത്. ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇനി ചിലർ വിചാരിക്കും ക്രെഡിറ്റ് ഇൻട്രസ്റ്റ് ആണോ ഡെബിറ്റ് ഇൻട്രസ്റ്റ് ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഓഡി അക്കൗണ്ട് ആണ്, അവര് നമുക്ക് ഇല്ലാത്ത ക്യാഷ് യൂസ് ചെയ്യാനായിട്ട് തന്നിരിക്കുകയാണ് അല്ലെ. അതിലൊരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് പറയാൻ നേരത്തെ അതെന്തായിരിക്കും? നമുക്ക് ക്രെഡിറ്റ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആയിരിക്കും? അല്ല, അതിന് നമ്മൾ പേ ചെയ്യണതായിരിക്കും, ഇൻട്രസ്റ്റ് പെയ്ഡ് ആയിരിക്കുള്ളൂ അല്ലെ. ഇല്ലാത്ത ക്യാഷ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് തന്നു കഴിയുമ്പോൾ അതിനർത്ഥം എന്താണ്? നമ്മൾ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണമെന്നാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ചാർജ്ഡ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് ചാർജ്ഡ് 2500 ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? നെഗറ്റീവിൽ ഇരിക്കുന്ന ക്യാഷ് ബാലൻസ് കൂടുകയാണ് ചെയ്തത്, കുറയുകയാണ് ചെയ്തത്? അത് കൂടുകയാണ് ചെയ്തത് അല്ലെ. ഇൻട്രസ്റ്റ് ഒന്നും കൂടി ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവിൽ ഇരിക്കുന്ന ക്യാഷിന്റെ കൂടെ, അതായത് നെഗറ്റീവിൽ 100 ഇരുന്നേച്ചു, ഇൻട്രസ്റ്റ് ഒരു 30 rupees ചാർജ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? -100 നിന്ന് 30 കൂടി കൂട്ടി എത്ര വന്നിട്ടുണ്ടാവും? -130 ആയിട്ടുണ്ടാവും. ഓക്കെ, അതേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ഇൻട്രസ്റ്റ് ചാർജിൽ 2500 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 2,50,000 കൂടെ 2,500 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? എ ബിൽ റിസീവ്ഡ് ഓഫ് 2000 ഡിസ്കൗണ്ടഡ് വിത്ത് എ ബാങ്ക്. എ ബിൽ റിസീവ്ഡ് ഓഫ് 2000 ഡിസ്കൗണ്ടഡ് വിത്ത് എ ബാങ്ക് ഇൻ ഡിസംബർ 2021. ബിൽ റിസീവ്ഡ് 2000 ഡിസ്കൗണ്ടഡ് വിത്ത് എ ബാങ്ക്. ഒരു ബില്ല് കിട്ടി, ആ 2000 കൊണ്ടുവന്ന് ഡിസ്കൗണ്ട് ചെയ്തു, ബാങ്കിൽ കൊണ്ടുവന്ന് ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമ്മൾ ക്യാഷ് വാങ്ങി എന്നാണ് ഓർത്തേക്കണേ. ഓക്കെ, ഓൾറെഡി ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? നമ്മൾ ക്യാഷ് വാങ്ങിയിട്ടുണ്ട്. ആ സാധനം എന്ത് ചെയ്തു? 31 ജാനുവരി ആയപ്പോഴേ ഡിസോണറായി, അതായത് എന്ത് ചെയ്തു? ചെക്ക് റിട്ടേൺ ആയി. അപ്പൊ
നമ്മൾ ഓൾറെഡി ബാങ്കിൽ നിന്ന് ക്യാഷ് വാങ്ങിയതാണ്, അത് വീണ്ടും തിരിച്ചെന്ത് ചെയ്തു, ഡിസോണർ ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് വീണ്ടും ബാങ്കിലേക്ക് പേ ചെയ്യേണ്ട പോലെ വന്നു അല്ലെ, വീണ്ടും ഡിസോണർ ആയി. അപ്പൊ ആ 2000 എന്ത് ചെയ്യണം, വീണ്ടും അതിന് ആദ്യം കുറഞ്ഞതാണ്, വീണ്ടും അതിന് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ബാലൻസിന്റെ ഇതേ സൈഡിൽ, ക്യാഷ് ബാലൻസിന്റെ അതേ സൈഡിൽ തന്നെ വരണം. അപ്പൊ എന്ത് ചെയ്യണം, ബൈ ഡെപ്റ്റേഴ്സ് ഡിസ്കൗണ്ട് ബിൽ ഡിസോണർ എന്ന് പറഞ്ഞിട്ട് 2000 എടുക്കാം. ഓക്കെ, ഇപ്പൊ എല്ലാ ട്രാൻസാക്ഷനും ആയിട്ടുണ്ട്. നമ്മൾ ക്യാഷ് ബുക്കിൽ എന്തൊക്കെയാണോ നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ക്യാഷ് ബുക്കിൽ നമുക്ക് എന്തൊക്കെ ട്രാൻസാക്ഷനാണ് എൻട്രി ചെയ്യാൻ പറ്റണം അതൊക്കെ അമെൻഡഡ് ക്യാഷ് ബുക്കിൽ ഇടുക. എന്നിട്ട് ഇവിടെ നെഗറ്റീവ് ക്യാഷ് ബാലൻസ് ആയതുകൊണ്ടാണ് എന്നിട്ട് ഇതിന്റെ ടോട്ടൽ എടുക്കുക. ബാലൻസ് എത്ര വരും, 2,57,740 വരും. ഈ ക്യാഷ് ബാലൻസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, BRS ചെയ്യാനായിട്ട്. BRS ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ, പ്രിപ്പയർ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും ചെയ്യേണ്ടതാണ് ഈ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ 2,57,000 എന്താക്കി എടുക്കണം, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് 2,57,740 എഴുതുക. അതിൽ നിന്ന് നമ്മൾ എന്താ ഇപ്പൊ പ്ലസ് ചെയ്യേണ്ടത് മൈനസ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യത്തെ 2 ട്രാൻസാക്ഷൻ അത് വെച്ചിട്ട് ആഡ് ചെയ്യുക. എന്താണ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ഇൻ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് 5,500 ആഡ് ചെയ്യുക. അതിന്റെ ഫിഗർ എഴുതുക. ലെസ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ലെസ് ചെയ്യുക. അതിന്റെ ഫിഗർ എഴുതുക. ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് 2,35,840 എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ഓവർ ഡ്രാഫ്റ്റ് ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കണവർക്ക്, ഇതിനൊരു ഐഡിയ ഇല്ലാത്തവർക്ക് ഭയങ്കര ടഫായിട്ട് തോന്നും. കാരണം ഇപ്പോൾ മനസ്സിലാക്കി വെച്ചൊക്കെ ആയിട്ട് ആകെ തല ഒക്കെ ഒരു എന്താ പറയുക, ഒരു കനമുള്ള പോലെയൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ പ്രോബ്ലം മാത്രം നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് കൈയൊക്കെ വെച്ച് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ പ്രോബ്ലം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ കയ്യിൽ +2 ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കുക. അല്ല എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ +2 ടെക്സ്റ്റ് തരാം, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് തരാം. അതെടുത്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓവർ ഡ്രാഫ്റ്റിൻ്റെ കണക്കിലോട്ട് വരിക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ പരീക്ഷയ്ക്ക് ചാൻസ് ഉണ്ട് വരാനായിട്ട്. നന്നായിട്ട് പഠിച്ചു വെച്ചിട്ട് പോവുക. ഓക്കെ, ഇത് ഇതേപോലെ തന്നെ നന്നായിട്ട് പഠിച്ചു വെച്ചിട്ട് പോവാം. അപ്പോൾ ഇത് നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളത് മിസ്സാക്കരുത്. പിന്നെ ഇത് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണാതെ പഠിച്ച് വെറുതെ കുഴപ്പി വെക്കണം. നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കാണ്ട് ഇതൊന്നും കാണാതെ പഠിക്കാനുള്ള കാര്യമല്ല. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കാം.